സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ സമസ്തയുമായി ചർച്ചയ്ക്ക് വഴിതെളിയുന്നു. സർക്കാർ ക്ഷണിച്ചാൽ ഏത് നിമിഷവും ചർച്ചയ്ക്കെത്താൻ തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ പറയുന്നു. വിവാദം കൊഴുക്കുന്നതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തി. എം.എസ്. അനീഷ് കുമാർ ചേർന്നു. അനീഷ്, വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാതെ ഒരു സമവായത്തിലേക്ക് കടക്കുക, അതിനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യുമ്പോഴും ആർ ബിന്ദു അടക്കമുള്ള ഇടത് മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനം അവസാനിപ്പിക്കുന്നില്ല സമസ്തയുടെ ഭാഗത്തു നിന്ന്. ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അപർണ, അടുത്തിടെ തന്നെ 3 കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ആദ്യം ഈ സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട് സൂംബ ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ചില മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ടായിരുന്നു. സമസ്തയും എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ പോലും ശക്തമായ ഒരു എതിർപ്പായി ഇക്കാര്യത്തെ മാറ്റിയില്ല. പിന്നീടാണ് ഈ സ്കൂൾ സമയ മാറ്റ വിവാദവുമായി ബന്ധപ്പെട്ടും സർക്കാരിന് കത്ത് നൽകുന്നത്. മുഖ്യമന്ത്രിയോട് നേരിട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ കാര്യം ഉന്നയിച്ചതാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് സമസ്ത മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത്തരമൊരു അവസരത്തിൽ തങ്ങളെ വിരട്ടാൻ ആരും നോക്കേണ്ട എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊരു പ്രതികരണം നടത്തുകയും ചെയ്ത് ഇതിനോട് പിന്നെയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇന്നലെ വിമർശനം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയിരിക്കുന്നു. എന്തായാലും ഏത് സമയത്ത് ചർച്ച അറിയിച്ചാലും ആ സമയത്ത് ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് ഇപ്പോൾ സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെയുള്ള 15 മിനിറ്റ് സമയം വൈകുന്നേരത്തെ സമയത്തിനൊപ്പം ചേർത്ത് 4:15 എന്നത് 4:30 വരെ ക്ലാസ് നീട്ടുക എന്ന ഫോമുലയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സർക്കാർ ആവട്ടെ പറയുന്നത് ഈ മദ്രസ പീരീഡുകളിൽ 3 എണ്ണം 5 മിനിറ്റ് വീതം കുറച്ചാൽ 15 മിനിറ്റ് അത്തരത്തിൽ ലാഭിക്കാൻ കഴിയുമെന്നാണ്. എന്തായാലും ഈ 2 നിർദ്ദേശങ്ങളും വരും ദിവസം നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കും. എന്തായാലും ഇതിനിടെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ ഭരിക്കുന്നത് ഇപ്പോൾ സംഘി വിസിമാർ ആണ് എന്ന് മുഖപത്രം പറയുന്നു. ഒപ്പം ഈ ചാൻസലറായ ഗവർണറിലൂടെ പിൻവാതിൽ ഭരണമാണ് സംഘപരിവാർ ഈ സർവകലാശാലകളിൽ നടത്തുന്നത്. ഒപ്പം ഈ 3 നിന്ന് 4 വർഷമായി ബിരുദ പഠനം മാറ്റിയതടക്കം വലിയ ചർച്ചകൾ കൂടാതെ പല നടപടികളും കൈക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ആർ ബിന്ദു കൊളുമാക്കി. ഒരു കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്ത ഇടത് പക്ഷം ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും പരവതാനി വിരിച്ച് കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ച. എവിടെ പോയാലും സ്വന്തം കുടുംബം തലയിലേറ്റുമെന്ന് പറയുന്ന ആർ ബിന്ദു മന്ത്രി കേരളത്തിലെ വിദ്യാർത്ഥികളെ, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്തിരുന്നെങ്കിൽ കീമിൻ്റെ പേരിൽ ഇപ്പോൾ തലപോയിക്കേണ്ടി വരില്ലായിരുന്നു. തീ തിന്നേണ്ട അവസ്ഥ ഈ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാവില്ല എന്നും പറയുന്നു. ഒപ്പം ഈ കുലസ്ത്രീ വേഷധാരിയായ സ്ത്രീയാണ് അല്ലെങ്കിൽ ആണ് ടീച്ചറെങ്കിലും ഈ കുട്ടികൾ ആണും പെണ്ണും കെട്ട വസ്ത്രം ധരിക്കട്ടെ എന്ന പക്ഷമാണ് ആർ ബിന്ദുവിനുള്ളതെന്നും കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖല ഒന്നടങ്കം ആർ ബിന്ദു കുളം തോണ്ടി എന്ന രീതിയിൽ ശക്തമായ വിമർശനമാണ് ആ സമസ്തയുടെ മുഖപത്രം ഉന്നയിക്കുന്നത്. അപർണ.